പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നമസ്കാരത്തിൽ സുജൂദിൽ നെറ്റി ഡയറക്റ്റായി നിലത്ത് തട്ടേണ്ടതുണ്ടോ? നിക്കാബ് ധരിക്കുന്നതിൽ നെറ്റി തട്ടാറില്ല. നിക്കാബാണ് നിലത്ത് തട്ടുക. ഇത് നമസ്കാരത്തെ ബാധിക്കുമോ എന്നാണ് ചോദ്യം. നമസ്കാരത്തിൽ സുജൂദിൻ്റെ അവയവങ്ങൾ അത് നിലത്ത് തട്ടണം എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അത്തി അഅ്ളുമിൻ, 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ അവയവങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചത് നെറ്റിയും മൂക്കും അടക്കം 1, 2 കൈപ്പത്തികൾ, 2 കാൽമുട്ടുകൾ, അതേപോലെ 2 കാൽപാദങ്ങളുടെ വിരലിൻ്റെ അറ്റമല്ല അതിൻ്റെ അടിഭാഗം. ഇങ്ങനെയാണ് അവയവങ്ങൾ. പക്ഷെ അത് ഡയറക്റ്റ് നേരിട്ട് നിലത്ത് തട്ടണോ വേണ്ട എന്നതാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും കാൽമുട്ട് നമസ്കാരത്തിൽ നേരിട്ട് തട്ടിക്കാൻ പറ്റില്ലല്ലോ. അവിടെ വസ്ത്രമുണ്ടാകും. അപ്പോൾ കാൽമുട്ടിൻ്റെ ഭാഗം ഓട്ടയാക്കി സുജൂദ് ചെയ്യേണ്ടതില്ലാത്തതുപോലെ സോക്സ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ കാലിൻ്റെ വിരൽ തലപ്പുകളും നിലത്ത് മുട്ടിക്കാൻ, വിരലിൻ്റെ അടിഭാഗം നിലത്ത് തട്ടിക്കാൻ കഴിയാതെ വരും. അതേപോലെ കയ്യുറ ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ കൈപ്പത്തി നിലത്ത് തട്ടിക്കാതെ നമസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് മുടിയോ അല്ലെങ്കിൽ വസ്ത്രമോ ഉണ്ടായി എന്നുള്ളതിനാൽ അത് നിലത്ത് തട്ടാതിരുന്നു എന്നുള്ളത് കൊണ്ട് നമസ്കാരത്തിന് ദോഷകരമായി ബാധിക്കുന്നതല്ല. പരമാവധി നമുക്ക് നേരിട്ട് തട്ടാൻ പറ്റുന്ന ഭാഗങ്ങൾ തട്ടിക്കുക എന്നല്ലാതെ. മാത്രമല്ല, ഈ വിഷയത്തിൽ അതിര് കടന്നു പോയിട്ടാണ് ഷിയാക്കളുടെ രീതി കാണുവാൻ സാധിക്കുന്നത്. അവർ പായിൽ തന്നെ നിസ്കരിക്കൂല, കാർപ്പറ്റ്, സജ്ജാദ അതിൽ നിസ്കരിക്കാതെ നിലത്ത് അവർ നമസ്കരിക്കും. അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്നിടത്ത് പ്രത്യേകമായ കല്ലുകളോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് അവർ മഹത്വം കൽപ്പിക്കുന്ന കർബലയിൽ നിന്നെടുത്തതാണ് എന്ന് പറയുന്ന ചില കല്ലുകൾ കൊണ്ട് നടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊന്നും ഒരു തശദ്ദുദ്, ഒരു തീവ്രത, ഒരു അതിര് കവിച്ചൽ നമുക്ക് വേണ്ടതില്ല. നമുക്ക് അനുവദനീയമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കാം. അപ്പോൾ ആ അവയവങ്ങൾ നിലത്ത് തട്ടണമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തുണിയില്ലാതെ വസ്ത്രം മാറ്റിയിട്ട് തട്ടണം എന്നത് താല്പര്യമല്ല. ആ അവയവങ്ങൾ വസ്ത്രത്തോടുകൂടി തന്നെ തട്ടിയാൽ മതിയാകുന്നതാണ്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.